ഇറാന്റെ റഷ്യൻ നിർമ്മിത സുക്കോയ് 24 എന്ന് പറഞ്ഞിട്ടുള്ള വിമാനം തകർന്നു വീണത് മാർച്ചിലാണ്. അന്നാണ് 2 പൈലറ്റ്സിനെ കടലിൽ വിടുകയും ചെയ്ത് അതിൽ നിന്ന് ഖത്തറാണ് അവരെ ഇപ്പോൾ ഹോൾഡ് ചെയ്ത് വെച്ചിട്ടുള്ളത്, അതായത് കസ്റ്റഡിയിൽ വെച്ചിട്ടുള്ളത്. ഈ 2 പൈലറ്റ്സിനെ ഇറാന് വിട്ടുകൊടുത്തിട്ടില്ലെങ്കിൽ ഖത്തറിനെ ആക്രമിക്കും എന്നുള്ള കാര്യത്തിൽ ഏകദേശം തീരുമാനമായിട്ടുണ്ട്. ഇപ്പം ഇന്നലെയായിട്ട് വരുന്ന ചില വാർത്തകൾ പറയാം. അതായത് മാർച്ച് 26 മാസത്തിൽ നടന്ന ഏറ്റുമുട്ടലിലാണ് ഈ വിമാനം തകർന്നിട്ടുള്ളത്. യുദ്ധവിമാനത്തിലെ പൈലറ്റുമാരായിട്ടുള്ള ജാവേദ് സലാഹി, അതുപോലെ തന്നെ അബ്ദുൽ മജീദ് ദഷാൻ, ഒമാൻ പർവസാൻ എന്നിവർ ഖത്തറിന്റെ കസ്റ്റഡിയിലാണ് ഇപ്പം ഉള്ളത് എന്നുള്ളത് ഇറാൻ കഴിഞ്ഞ ദിവസം വെളിപ്പെടുത്തിയിട്ടുണ്ട്. അപ്പോൾ ഇവരുടെ ആരോഗ്യ നിലയിലും അതുപോലെ തന്നെ മറ്റ് ആവശ്യങ്ങളും ഇറാൻ മുന്നോട്ട് വെച്ചിട്ടുണ്ടായിരുന്നു. പൈലറ്റുമാരെ കരയിലുള്ള ആശുപത്രിയിലേക്ക് മാറ്റണമെന്ന് ഇറാനിയൻ സൈനിക ഉദ്യോഗസ്ഥൻ മുഹമ്മദ് ബാഗർ സാദെ ഇന്നലെ ആവശ്യപ്പെട്ടിട്ടുണ്ട്. ഇവരുടെ മോശം ശാരീരിക അവസ്ഥയിലാണെന്നും കടലിൽ ഏതോ കേന്ദ്രത്തിലാണ് ഇപ്പോഴും ഇവരെ പാർപ്പിച്ച് വെച്ചിട്ടുള്ളത് എന്നും ഇറാൻ ആരോപിക്കുന്നുണ്ട്. റെഡ് ക്രോസ് ഇടപെട്ട് ഇവർക്ക് വൈദ്യസഹായവും വീട്ടുകാരുമായിട്ട് സംസാരിക്കാനുള്ള സൗകര്യവും ഒരുക്കണമെന്നാണ് ഇറാൻ ആവശ്യപ്പെട്ടിട്ടുള്ളത്. അതായത് ഒരു യുദ്ധമാണ്, ഇങ്ങനത്തെ പല സാഹചര്യങ്ങളും വരും. പക്ഷെ അവരെ കടലിനകത്ത് തന്നെയുള്ള അല്ലെങ്കിൽ കടലിൽ തന്നെയുള്ള ഏതോ ഒരു കേന്ദ്രത്തിലാണ് ഇപ്പോഴും താമസിപ്പിച്ചിട്ടുള്ളത്. അവരുടെ ആരോഗ്യനിലയെ പറ്റിയുള്ള കൺസേൺ ഇറാനുണ്ട്. അതുപോലെ തന്നെ അവർക്ക് വീട്ടുകാരുമായിട്ട് സംസാരിക്കണം. ഇത്തരം കുറച്ച് കാര്യങ്ങളാണ് ഖത്തറുമായിട്ട് ഇപ്പം ഇറാൻ സംവദിച്ചുകൊണ്ടിരിക്കുന്നത്. കാരണം ഖത്തറല്ല ഒരിക്കലും ഇറാന്റെ ശത്രു. ഖത്തറിലെ ബേസുകളായിട്ടുള്ള അമേരിക്കൻ ബേസുകളാണ് ഇറാന്റെ ശത്രു. ഖത്തറിന്റെ അമേരിക്കൻ ബേസുകളിലോട്ടാണ് ഇറാൻ ഇതുവരെ ബോംബിംഗ് ചെയ്തിട്ടുള്ളത്. പക്ഷേ അതിന്റെ ഭാഗമായിട്ട് ഖത്തറി ആർമിയുടെ സൈഡിൽ, അതായത് ഖത്തറി ആർമി എന്ന് പറഞ്ഞാൽ US ആർമി തന്നെ, അവർ ഇറാന്റെ ഈ പൈലറ്റ്സിനെ പിടിച്ചു വെച്ചിട്ടുണ്ടെങ്കിൽ അവർക്ക് ബേസിക് ആയിട്ടുള്ള സാഹചര്യങ്ങൾ കൊടുക്കുക, അവർക്ക് വേണ്ട ട്രീറ്റ്മെന്റ് കൊടുക്കുക എന്ന് മാത്രമാണ് ഇറാൻ ഇപ്പോൾ ആവശ്യപ്പെട്ടിട്ടുള്ളത്. പക്ഷേ അത് പ്രോപ്പറായിട്ട് നടത്തിയിട്ടില്ലെങ്കിൽ ഖത്തറിനെ ആക്രമിക്കും എന്നുള്ളൊരു പ്രസ്താവനയും കൂടെ വരുന്നുണ്ട്. നമുക്ക് അതിലോട്ട് കണക്ട് ചെയ്യാം. അതിന്റെ മുമ്പ് ഖത്തറിന്റെ പ്രതികരണം ഇതിലൊന്ന് കേൾക്കാം. അതായത് ഖത്തർ പറഞ്ഞിട്ടുള്ളത് ഇറാൻ പൈലറ്റുമാർ തങ്ങളുടെ വ്യോമാതിർത്തി ലംഘിച്ചതിനെ തുടർന്ന് വിമാനം വെടിവെച്ചിട്ടതാണെന്നും ഖത്തർ വ്യക്തമാക്കിയിട്ടുണ്ട്. ഈ വിഷയത്തിൽ വ്യക്തത വരുത്താൻ ഇറാനിയൻ പ്രതിനിധി സംഘത്തെ ഖത്തർ ക്ഷണിച്ചിട്ടുണ്ട്. അതായത് ഈ കാര്യത്തിൽ നമുക്ക് ഡിസ്കസ് ചെയ്യാം, നമുക്ക് ഇരുന്ന് സംസാരിക്കാം, അതിനൊരു മ്യൂച്വൽ ഡിസ്കഷനാണ് ആവശ്യം, അതുകൊണ്ട് അതിന് ഞങ്ങൾ തയ്യാറാണ് എന്നാണ് ഇപ്പം ഖത്തർ അറിയിച്ചിട്ടുള്ളത്. അപ്പോൾ ആ ഒരു മീറ്റിംഗ് നടക്കാൻ ചാൻസ് ഉണ്ട്. പക്ഷേ ഇവരുടെ ജീവന് എന്തെങ്കിലും ആപത്ത് വരികയാണെങ്കിൽ, ഇവർക്ക് പ്രോപ്പർ ചികിത്സ കിട്ടാതെ വന്നു കഴിഞ്ഞാൽ ഖത്തർ ആക്രമിക്കും എന്നുള്ള കാര്യത്തിൽ ഒരു സംശയം വേണ്ട. അപ്പോൾ പിന്നെ ഇറാൻ അമേരിക്കൻ ബേസ് മാത്രമാവില്ല നോക്കുക, നേരിട്ട് ഖത്തറിലോട്ട് തന്നെ അടിക്കും. ഖത്തറിലുള്ള പ്രവാസികളൊക്കെ ഒന്ന് എന്താ പറയുക, ജാഗ്രത പുലർത്തുന്നത് നല്ലതാണ്. കാരണം ഇറാൻ്റെ അടി എങ്ങനെയാണ് വരിക എന്നുള്ളത് ഇറാന് മാത്രമേ പറയാൻ പറ്റുള്ളൂ. അതൊരു കാര്യമുണ്ട്. ഇതിനെ റിലേറ്റ് ചെയ്തിട്ട് ഇന്നിപ്പോൾ കുറച്ച് മുമ്പ് ഇറാൻ്റെ അബ്ദുറഹീം റസായി IRGC വക്താവ്, വിദേശകാര്യ വക്താവ്, കുറച്ച് മുമ്പ് മറ്റൊരു കാര്യം പറഞ്ഞിട്ടുണ്ട്. ഞാൻ അതൊന്ന് നിങ്ങൾക്ക് കേൾപ്പിച്ചു തരാം. അതായത് അപ്പോൾ ഈ ഒരു പ്രസ്താവന ഞാൻ അതുപോലെ ട്രാൻസ്ലേറ്റ് ചെയ്യട്ടോ. എന്നിട്ട് ഇതിനുള്ളിൽ ഒരുപാട് ഭീഷണികളും അതല്ലെങ്കിൽ എന്താ പറയുക ഒരു മുന്നറിയിപ്പും കൂടെ ഈ ഇറാൻ ഇപ്പോൾ കൊടുത്തിട്ടുണ്ട്. അപ്പം ഇതിൻ്റെ മലയാളം ട്രാൻസ്ലേഷൻ ഇങ്ങനെയാണ്: ഖത്തറിലെയും കുവൈറ്റിലെയും യുണൈറ്റഡ് അറബ് എമിറേറ്റ്സുകളിലെയും വിമാനത്താവളങ്ങളിൽ ശത്രുതാപരമായിട്ടുള്ള അമേരിക്കൻ വിമാനങ്ങളുടെയും ഇന്ധന ടാങ്കറുകളുടെയും സാന്നിധ്യത്തെക്കുറിച്ചിട്ടുള്ള റിപ്പോർട്ടുകൾ പുറത്തു വന്നിട്ടുണ്ട്. കൂടാതെ അവർ തങ്ങളുടെ വീടുകളെ ശത്രുക്കളുടെ താവളമാക്കി മാറ്റിയിരിക്കുന്നു. പിന്നീട് നിങ്ങളൊരു പരാതി പറയരുത്. ഇതായിരുന്നു ഈ ഒരു കോട്ട്. അതായത് ഖത്തറിലും ഈ പറഞ്ഞ കുവൈറ്റിലും ബഹ്റൈൻ ഇതിൽ പറയുന്നില്ല കേട്ടോ, യുണൈറ്റഡ് അറബ് എമിറേറ്റ്സിലും ഇവിടുത്തെ വിമാനത്താവളം കംപ്ലീറ്റ് അമേരിക്കയുടെ ഫൈറ്റർ ജെറ്റുകളും അതുപോലെ തന്നെ അമേരിക്കയുടെ ഇന്ധന ടാങ്കർ വിമാനങ്ങളും നിറച്ച് വെച്ചതായിട്ടുള്ള റിപ്പോർട്ടുകൾ ഇപ്പം പുറത്തോട്ട് വരുന്നുണ്ട്. അതായത് ഇതൊക്കെ ഞങ്ങളുടെ വീടുകളാണ് എന്ന്, അതായത് നമ്മുടെ അയൽ രാജ്യങ്ങളാണ്, ഞങ്ങളുടെ വീടുകളാണ് ഇതൊക്കെ. ഈ വീടുകളെ ശത്രുക്കളുടെ താവളമാക്കി ഈ പറഞ്ഞ ഭരണാധികാരികൾ മാറ്റിയിട്ടുണ്ട്. പിന്നീട് ഞങ്ങൾ എന്തെങ്കിലും ചെയ്തു കഴിഞ്ഞാൽ ഒരു പരാതി പറഞ്ഞാൽ ആരും ഇങ്ങോട്ട് വരരുത്. അതായത് ക്ലിയർ എന്താ പറയുക, ഭീഷണിയാണ്, അതല്ലെങ്കിൽ മുന്നറിയിപ്പാണ്. ഒരു ആക്രമണം ഞങ്ങൾ നടത്തും. അതായത് ഇപ്പോൾ സീസ് ഫയറും കാര്യങ്ങളൊക്കെ കംപ്ലീറ്റ്ലി നിന്നിട്ടുള്ള സമയമാണ്. അതുകൊണ്ട് തന്നെ ഒരു ആക്രമണം ഉണ്ടാവാനുള്ള ചാൻസ് എപ്പോഴും ഉണ്ട്. പിന്നെ ഞങ്ങളെ കുറ്റം പറഞ്ഞ ആരും ഇങ്ങോട്ട് വരരുത് എന്നാണ് ഈ ഒരു ഭീഷണിയിലുള്ളത്. അതായത് ഈ ഒരു പ്രസ്താവന എന്ന് പറഞ്ഞാലല്ലോ ഭയങ്കര ഡിപ്ലോമാറ്റിക്കലി അതല്ലെങ്കിൽ ഭയങ്കര ട്രിക്കി ആയിട്ടാണ് ഈ ഒരു മുന്നറിയിപ്പ് ഈ രാജ്യങ്ങൾക്ക് കൊടുത്തിട്ടുള്ളത്. വളരെ വ്യക്തമാണ്, ഗൾഫ് രാജ്യങ്ങൾ തങ്ങളുടെ മണ്ണ്, അതായത് ഞങ്ങളുടെ മണ്ണാണ്, നമ്മൾ ഒരു അറബ് കൂട്ടായ്മയാണ് അല്ലെങ്കിൽ ഇസ്ലാമിക് കൺട്രീസ് ആണ് എന്നുള്ളൊരു കാര്യം ഉണ്ടായിരുന്നു. പക്ഷേ ഈ സ്ഥലങ്ങളൊക്കെ ശത്രുവിൻ്റെ താവളമാക്കി മാറ്റി കഴിഞ്ഞിട്ടുണ്ട്. അത് മാത്രമല്ല, ഈ രാജ്യങ്ങളുടെ നിഷ്പക്ഷത, അതായത് ഞങ്ങൾ നിഷ്പക്ഷരാണ് എന്ന് പറയുന്ന ഈ രാജ്യങ്ങൾ സത്യത്തിൽ വെറുതെ കളവാണ് പറയുന്നത്. അത് ഞങ്ങൾ വിശ്വസിക്കുന്നില്ല, അത് ഇറാൻ തള്ളിക്കളയുന്നു എന്നാണ് ഇതിൽ വ്യക്തമാക്കിയിട്ടുള്ളത്. അമേരിക്കൻ സൈനിക വിമാനങ്ങൾക്ക് അനുമതി നൽകിയാൽ, യുദ്ധമുണ്ടായാൽ ഈ രാജ്യങ്ങളെയും അമേരിക്കയുടെ സഖ്യ കക്ഷികളായിട്ട് മാത്രമേ ഞങ്ങൾ കാണുന്നുള്ളൂ. അതാണ് ഇത്രയും ദിവസം നടന്നിട്ടുള്ളത്. അതാണ് ഇതിൻ്റെ ഒരു പൊതു അർത്ഥം.
അപ്പോൾ തിരിച്ചടിക്ക് മുൻകൂട്ടിയുള്ള ന്യായീകരണം ഇപ്പോൾ അങ്ങോട്ട് പറഞ്ഞു വെച്ചിട്ടുണ്ട്. പിന്നീട് പരാതി പറയരുത് എന്ന് പറഞ്ഞിട്ടുള്ളത് ഈ ഒരു അവസാന വാചകം നേരിട്ടുള്ളൊരു ഭീഷണിയാണ്. അതായത് ഖത്തറിലോ കുവൈറ്റിലോ UAE ഉള്ള അമേരിക്കൻ സൈനിക താവളങ്ങൾക്ക് നേരെ ഇറാൻ അവരുടെ സഖ്യ സേനകളോ അല്ലെങ്കിൽ ആക്രമണം നടത്തിക്കഴിഞ്ഞാൽ, അതായത് ഇറാൻ്റെ ഏതെങ്കിലും സഖ്യ പ്രോക്സികളോ ആക്രമണം നടത്തിക്കഴിഞ്ഞാൽ ഞങ്ങൾ മുൻകൂട്ടി അറിയിപ്പ് നൽകിയിട്ടില്ല എന്ന് മാത്രം നിങ്ങൾ പറയരുത്. ഞങ്ങളിതാ ഇപ്പോഴേ പറഞ്ഞു വെച്ചിട്ടുണ്ട്, ആക്രമണം ഞങ്ങൾ ചെയ്യും. പിന്നെ നിങ്ങൾ അതിനെ കുറ്റം പറഞ്ഞിട്ടോ അല്ലെങ്കിൽ നിങ്ങൾ അതിനെ അപലപിച്ചിട്ടോ കാര്യമില്ല, ഞങ്ങൾ മുൻകൂട്ടി അറിയിച്ചിട്ടുണ്ട്. ഇതായിരുന്നു ഈ ഒരു എന്താ പറയുക മെസ്സേജിൻ്റെ ഒരു ഉള്ളടക്കം. അതായത് ഓൾറെഡി ഖത്തറിൽ ഇറാൻ്റെ രണ്ട് മൂന്ന് പൈലറ്റ്സ് ഉണ്ട്. അവർക്ക് വേണ്ട ട്രീറ്റ്മെൻറ്റ് ഇതുവരെ കൊടുത്തിട്ടില്ല. അതേ സമയത്ത് ഇന്ന് കുറച്ച് മുമ്പാണ്, ഏകദേശം 2-3 മണിക്കൂർ മുമ്പാണ് ഈ ഒരു ട്വീറ്റ് വന്നിട്ടുള്ളത്. ഇറാൻ ഇങ്ങനെയൊക്കെ ട്വീറ്റ് ഇട്ട സമയത്തെ തിരിച്ച് ഇറാൻ അടിച്ചിട്ടുണ്ട്. അതുകൊണ്ട് ഒരു യുദ്ധം മറ്റൊരു ലെവലിലോട്ട് മാറാനുള്ള എല്ലാ ചാൻസസും ഇവിടെ കാണുന്നുണ്ട്. അമേരിക്ക പെട്ടിരിക്കുകയാണ്. അമേരിക്കക്ക് ഒന്നും ചെയ്യാൻ പറ്റാത്തൊരവസ്ഥയാണ്. ഇസ്രായേൽ എന്ത് ചെയ്യണമെന്ന് അറിയാണ്ട് തേരാപാര ഓടി നടക്കുന്നുണ്ട് അവിടെ. ഏത് സമയത്തും ഇറാൻ്റെ മറ്റൊരു കാര്യം കൂടെ പറയേണ്ടതിൻ്റെ ഇടയിൽ ഇറാൻ്റെ വക്താവ് IRGCയുടെ വക്താവ് ഇന്നലെ മറ്റൊരു കാര്യവും പറഞ്ഞിട്ടുണ്ട്. യുദ്ധം തുടങ്ങുന്ന സമയത്തിൻ്റെ 2 ഇരട്ടി ഇപ്പോൾ ഞങ്ങളുടെ കയ്യിൽ പുതിയ മിസൈലുകളും കാര്യങ്ങളും ഞങ്ങൾ ഉണ്ടാക്കി റെഡിയാക്കി വെച്ചിട്ടുണ്ട് ഈ സമയം കൊണ്ട്. അതായത് നിങ്ങൾ അവിടെ എന്തൊക്കെ ചെയ്താലും ഞങ്ങൾ കൂടുതൽ സ്ട്രോങ് ആയിട്ടുണ്ട്. ഞങ്ങളുടെ കയ്യിൽ എത്ര ഉണ്ടായിരുന്നോ അതിൻ്റെ ഡബിൾ ആയിട്ടുണ്ട് ഞങ്ങളുടെ കയ്യിലുള്ള മിസൈലുകളുടെ എണ്ണം എന്ന് പറഞ്ഞിട്ടുണ്ട്. അത് ഇവർ വെറുതെ പറയില്ല, ഇവർ ആ മിസൈൽ ശേഖരത്തിൻ്റെ ഉള്ളിൽ പോയിട്ട് അത് കാണിച്ചുകൊണ്ട് അവർ പറയുന്നത്. അതാണ് ഏറ്റവും രസം. ഇവർ ഒളിച്ചിരുന്നിട്ട് മറ്റേ ഇവന്മാർ കാണിക്കുന്ന പോലെ ഏതെങ്കിലും പത്രസമ്മേളനത്തിൽ വെറുതെ അവിടെയും ഇവിടെ ഇരുന്നിട്ടല്ല പറയുന്നത്. ഇവർ ആ ഭൂഗർഭ അറയിൽ പോയിട്ട് മിസൈലുകളുടെ ഇടയിൽ ഇരുന്നിട്ടാണ് ഞങ്ങൾ സംഭവം പുതുതായി പ്രൊഡക്ഷനൊക്കെ സെറ്റാക്കിയിട്ടോ ഞങ്ങൾ ഏത് സമയത്ത് വേണമെങ്കിലും അടിക്കാൻ ഞങ്ങൾ റെഡിയാണ് എന്നാണ് പറഞ്ഞത്. കഴിഞ്ഞ ദിവസം എൻ്റെ ഒരു വീഡിയോൻ്റെ താഴത്ത് ഒരാൾ കമൻ്റ് ഇട്ടു, ഇറാനികളെ പറ്റി ഒന്ന് പറഞ്ഞോളൂ, ഇറാൻ്റെ അവസ്ഥ, ഉള്ളിലെ അവസ്ഥ. ഇറാൻ്റെ ഉള്ളിൽ ഭയങ്കര ബുദ്ധിമുട്ടുകളും കാര്യങ്ങളും ഉണ്ടെന്നേ. കഴിഞ്ഞ 40 വർഷമായിട്ട് ഇറാൻ്റെ ഉള്ളിൽ ഈ പറഞ്ഞ പണപ്പെരുപ്പവും കാര്യങ്ങളും പ്രശ്നങ്ങളും എല്ലാം ഉണ്ട്. അതൊക്കെ അമേരിക്കയും ഈ പറഞ്ഞ അമേരിക്കൻ സഖ്യരാജ്യങ്ങളും ഉണ്ടാക്കിയത്, അറബ് രാജ്യങ്ങളും ഉണ്ടാക്കിയ, ഇറാൻ ഉണ്ടാക്കിയതല്ല. അതുകൊണ്ട് ഇറാൻ അതിപ്പോഴും തുടർന്ന് പോകുന്നുണ്ട്. ഒരുപാട് ഈ യുദ്ധത്തിൻ്റെ ഭാഗമായിട്ട് ഒരുപാട് ആൾക്കാർക്ക് മരണം സംഭവിച്ചിട്ടുണ്ട്. ഒരുപാട് വീടുകളും സ്ഥലങ്ങളൊക്കെ നഷ്ടപ്പെട്ടിട്ടുണ്ട്. അത് ഇറാൻ്റെ സൈഡിലുണ്ട്. പക്ഷേ ഇറാൻ തോൽപ്പിക്കാൻ 5 മാസമായിട്ടും അമേരിക്കയ്ക്കും ഇസ്രായേലും ബാക്കി 8 അറബ് രാജ്യങ്ങൾക്കും GCC രാജ്യങ്ങൾക്കും പറ്റുന്നില്ല. അതാണ് ഇതിൻ്റെ അടിസ്ഥാനം. അപ്പോൾ ഇതാണ് ഇറാനിൽ നടക്കുന്ന കാര്യങ്ങൾ. അത് പറഞ്ഞു, ഇതാണ് ഇറാൻ്റെ ഉള്ളിൽ നടക്കുന്ന കാര്യങ്ങൾ. അല്ല ഇറാൻ കംപ്ലീറ്റ്ലി സേഫായിട്ട് ഇങ്ങനെ കൂടി നിന്ന് ബാക്കിയുള്ളവരെ മാത്രമല്ല ആക്രമിക്കുന്നത്. ഇറാൻ അടി കിട്ടുന്നുണ്ട്, പക്ഷേ ഇറാൻ ആക്രമിക്കുന്നത് 8 മറ്റ് രാജ്യങ്ങളാണ്. ഇറാൻ ഒരു രാജ്യമാണ്. ഇറാൻ ആക്രമിക്കുന്നത് ലോകത്തിലെ ഏറ്റവും വലിയ 2 ശക്തികളെയും പ്ലസ് ഇവരുടെ പാദസേവ ചെയ്യുന്ന മറ്റ് അറബ് രാജ്യങ്ങൾ ഒരുമിച്ചാണെന്നുള്ളത് നമ്മൾ ആലോചിച്ചാൽ മതി. അപ്പോൾ ഇതൊക്കെയാണ് ഈ ഒരു യുദ്ധത്തിൻ്റെ ഇപ്പം വരെയുള്ള ഒരു അപ്ഡേറ്റുകൾ പറയാനുള്ളത്. പിന്നെ ഹൂത്തികളുടെ അടി വാങ്ങി സൗദിക്ക് ഒരു നാണം ഇല്ലാണ്ടായി മാറിയിട്ടുണ്ട്. ഇപ്പം ഏറ്റവും ലേറ്റസ്റ്റ് ആയിട്ട് ഹൂത്തികൾ പുറത്തു വിട്ടിട്ടുള്ള യമനിൽ പുറത്തു വിട്ടിട്ടുള്ള കുറച്ച് ഇമേജസ് വീഡിയോ കാണിച്ചുതരാം. അതായത് ഇവരുടെ എന്താ പറയുക സൗദി സപ്പോർട്ടോട് കൂടിയിട്ടുള്ള സേനയുടെ ടാങ്കുകൾ ഹൂത്തികൾ ഇത്ര പോകുന്ന ചെറിയ എന്താ പറയുക ഡ്രോണുകൾ വെച്ചിട്ട് തകർക്കുന്ന ദൃശ്യങ്ങൾ. എന്തൊരു അക്യുറസിയാണ് നിങ്ങൾ നോക്ക്. ആകാശത്തുനിന്ന് നല്ല സ്റ്റൈലായിട്ട് സാധനം പോകുന്നു, കറക്റ്റ് ഈ പറഞ്ഞ ടാങ്കിൻ്റെ മുകളിൽ പോകുന്നു, പൊട്ടിത്തെറിക്കുന്നു. ഇങ്ങനെ ഒരുപാട് ദൃശ്യങ്ങൾ കിട്ടും. ഞാൻ ജസ്റ്റ് ഒന്ന് കാണിച്ചെന്നുള്ളൂ. അതായത് പെട്ടിരിക്കുകയാണ് ഈ അറേബ്യ. അതായത് ഹൂത്തികളെ തൊടാൻ പോകരുതെന്ന് ഇറാൻ ആദ്യം വാൺ ചെയ്തിട്ടുണ്ടായിരുന്നു. ഹൂത്തികളെ തൊട്ട് കഴിഞ്ഞാൽ എല്ലാ സപ്പോർട്ടും ഹൂത്തികൾക്ക് ഇറാൻ കൊടുക്കും, അത് ഏത് രീതിയിലാണെങ്കിലും. അത് വ്യക്തമാക്കിക്കൊണ്ടിരിക്കുകയാണ് ഇപ്പം. ഏതായാലും അടി കിട്ടി സൗദിക്ക് ഒരു രക്ഷയില്ല. അറാംകോൻ്റെ ഒക്കെ തോന്നിയ സ്ഥലങ്ങളിലൊക്കെ വീണുകൊണ്ടിരിക്കുകയാണ്. അതേപോലെ തന്നെ ഇപ്പം ഈ ഒരു വീഡിയോ ഭയങ്കര സ്പ്രെഡ് ആവുന്നുണ്ട്. എനിക്ക് തോന്നുന്നത് ഒന്നുമില്ല, സത്യമായിട്ടുള്ള വീഡിയോ തന്നെയാണ്. അബുദാബിയിലുള്ള എയർപോർട്ടിൻ്റെ സൈഡിലൊക്കെ ഉള്ള ഈ ടാങ്കറുകൾ, ഓയിൽ ടാങ്കറുകൾ മൊത്തത്തിൽ ഈ ഇത് വെച്ചിട്ട് എന്താ പറയുക കവർ ചെയ്തുകൊണ്ടിരിക്കുകയാണ്. ഇരുമ്പ് വെച്ചിട്ട് കവർ ചെയ്തുകൊണ്ടിരിക്കുന്ന വീഡിയോസ് പുറത്ത് വരുന്നുണ്ട്. ഉറപ്പാണ് ഇറാൻ്റെ മിസൈലുകൾ ഇവിടെ വെക്കും, അല്ലെങ്കിൽ ഇറാൻ്റെ ഡ്രോണുകൾ വെക്കും. ഇനി ഇതൊക്കെ രക്ഷയുള്ളൂ. ഉള്ള സാധനങ്ങളൊക്കെ വെച്ച് അബുദാബിയും ഇവരൊക്കെ കവർ ചെയ്തുകൊണ്ടിരിക്കുകയാണ്. അടി കിട്ടിക്കൊണ്ടിരിക്കുക എന്നുള്ളതിൻ്റെ ലക്ഷണങ്ങളാണ് ഈ വീഡിയോയിലൊക്കെ നമുക്ക് മനസ്സിലാക്കി തരുന്നത്. ഒരു രക്ഷയില്ല. അറബ് രാജ്യങ്ങൾ എത്ര കിട്ടിയിട്ടും പഠിക്കുന്നില്ല. എപ്പോഴും ഇവന്മാരുടെ കാല് താങ്ങി നടന്നുകൊണ്ടിരിക്കുകയാണ് നമ്മളെ എല്ലാ അറബ് രാജ്യങ്ങളും. അപ്പോൾ ഇതൊക്കെയാണ് ഇവിടെ നടക്കുന്നത്. യുദ്ധത്തിൻ്റെ അപ്ഡേറ്റുകൾ ഈ സമയം വരെയുള്ള അപ്ഡേറ്റുകളാണ്. ഇനി കൂടുതൽ എന്തെങ്കിലും വരികയാണെങ്കിൽ നമുക്ക് അടുത്തൊരു വീഡിയോയിൽ ചെയ്യാം. വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ നിങ്ങൾ സപ്പോർട്ട് ചെയ്യുക, നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമൻറ്റ് ചെയ്യുക. അടുത്ത വീഡിയോയിൽ കാണാം. ബൈ.